വലിയ വിജയമാവുകയും ഒപ്പം നിരൂപക പ്രശംസ ലഭിക്കുകയും ചെയ്ത കഴിഞ്ഞ വർഷത്തെ മികച്ച സിനിമകളിലൊന്നാണ് ആടുജീവിതം. ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് ആക്ടർ ഉൾപ്പെടെ 9 അവാർഡുകളാണ് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിൽ ഈ പടം നേടിയത്. നാഷണൽ അവാർഡ്സ് കിട്ടാനും സാധ്യതയുണ്ട്. എന്നാൽ മലയാള സിനിമയെ ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഉയർത്തും, ഓസ്കാർ പോലുള്ള അവാർഡ്സിനൊക്കെ പരിഗണിക്കും എന്നൊക്കെ പ്രതീക്ഷയുണ്ടായിരുന്ന പടം ആ ഒരു തലത്തിലേക്ക് എത്തിയില്ല എന്ന് പറയേണ്ടി വരും. എന്താണ് അതിന് കാരണം? എന്താണ് ഈ സിനിമയുടെ പോരായ്മകൾ? ശരിക്കും സിനിമയെ ഇൻ്റർനാഷണൽ സ്റ്റേജിലേക്ക് എത്തിക്കാൻ ആവശ്യമായ കണ്ടൻറ്റ് ബെന്യാമിൻ്റെ ആടുജീവിതം നോവലിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. എന്നാൽ അത് സിനിമയായി മാറ്റിയപ്പോൾ അതിൻ്റെ ഫോക്കസ് ചെറുതായി ഒന്ന് മാറിപ്പോയി എന്ന് തോന്നുന്നു. എന്താണ് ആ മാറ്റങ്ങളെന്നും എങ്ങനെ എടുത്തിരുന്നെങ്കിൽ ഈ സിനിമ കൂടുതൽ ഓസ്കാർ വർത്തിയാകുമായിരുന്നു എന്ന് നോക്കാം സിനിമയിലെ ലോജിക്കിലൂടെ. പണ്ടൊക്കെ ആർട്ട് ഫിലിംസ് അല്ലെങ്കിൽ അവാർഡ് പടം, പിന്നെ കൊമേഴ്ഷ്യൽ ഫിലിംസ്, അങ്ങനെ 2 സെപ്പറേറ്റ് കാറ്റഗറി ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതിനെക്കുറിച്ച് മാറ്റം വന്നിട്ടുണ്ട്. പ്രേക്ഷകൻ്റെ നിലവാരം മാറി. കൊമേഴ്ഷ്യൽ ഫിലിംസ് ക്രാഫ്റ്റിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. ആർട്ട് ഫിലിംസ് കൊമേഴ്ഷ്യൽ സൈഡ് കൂടി നോക്കാനും തുടങ്ങി. ഈ 2 വശവും ഒരേപോലെ കൺസിഡർ ചെയ്ത സിനിമയാണെന്ന് തോന്നുന്നു ആടുജീവിതം. ഓഫ് കോഴ്സ് ഒരു കൊമേഴ്ഷ്യൽ ആംഗിൾ ഇല്ലാതെ ആടുജീവിതം പോലെ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ ഉണ്ടാവില്ല എന്നത് വാസ്തവമാണ്. അതുകൊണ്ട് അതിൽ കുറ്റമൊന്നും പറയാനും പറ്റില്ല. എന്നാൽ അതുകൊണ്ട് തന്നെ ആടുജീവിതം നോവൽ വായിക്കുമ്പോൾ കിട്ടുന്ന ഫീലും സിനിമ കാണുമ്പോൾ കിട്ടുന്ന ഫീലും രണ്ടാണ്. നോവലിൽ ഫോക്കസ് ചെയ്യുന്നത് അവൻ്റെ ഒറ്റപ്പെടലിനെ പറ്റിയും ആടുകളുമായി അവനുണ്ടാവുന്ന ആത്മബന്ധത്തെ പറ്റിയും അങ്ങനെ ഒരു ഇമോഷണൽ സൈഡാണെങ്കിൽ, സിനിമയിൽ ഫോക്കസ് അവൻ്റെ ട്രാൻസ്ഫോർമേഷനും മരുഭൂമിയിലൂടെയുള്ള രക്ഷപ്പെടലും ഇതിൻ്റെ എല്ലാം വിഷ്വൽ സ്പെക്ടക്കിളുമാണ്. നമ്മൾ മലയാളികൾക്ക് മരുഭൂമിയും ഡെസേർട്ട് സർവൈവൽ തീമുമൊക്കെ അറിയാത്തതും പുതുമയുള്ളതുമൊക്കെ ആയ കാര്യങ്ങളാണെങ്കിലും ഒരു ഇൻ്റർനാഷണൽ പ്രേക്ഷകനെ സംബന്ധിച്ച് അതല്ല സ്ഥിതി. മരുഭൂമികളെ പറ്റിയൊക്കെ അറിയുകയും ഒരുപാട് നല്ല സർവൈവൽ മൂവീസ് കണ്ടിട്ടുള്ളതുമായ ഓഡിയൻസിൻ്റെ മുന്നിൽ ആടുജീവിതത്തിന് ഒരു യുണീക്ക് സെല്ലിംഗ് പോയിന്റ് USP ഇല്ലാതെ പോയി. അതുപോലെ തന്നെ ഈ സർവൈവൽ സിറ്റുവേഷനിൽ കാണിക്കുന്ന ഓരോ കാര്യങ്ങളും ലോജിക്കലാവുകയും വേണം. രക്ഷപ്പെടാൻ നേരത്ത് ഇത്തിരി വെള്ളം പോലും കരുതാതെ, ഷൂസ് ഇടാതെ, മരുഭൂമിക്കായി പ്രോപ്പർ ഡ്രസ്സ് പോലും ചെയ്യാതെ ചുമ്മാ ഇറങ്ങി അങ്ങ് ഓടുന്നത് എത്രമാത്രം വിശ്വസനീയമാണ്? മരുഭൂമിയിലെ കാര്യങ്ങൾ അറിയാത്തവരല്ലല്ലോ ഇവർ 3 പേരും. കള്ളന്മാർ എന്ന് കരുതി ഒരു മസറക്കാർ ഓടിച്ചപ്പോൾ വഴിതെറ്റിയത് കൊണ്ടാണ് മരുഭൂമിയിൽ പെട്ടുപോയത്. ഇല്ലേ കുഴപ്പമില്ലായിരുന്നിരിക്കാം എന്ന് പറയാമെങ്കിലും അതത്ര തൃപ്തികരമല്ല. അതുപോലെ മരുഭൂമിയിൽ പെട്ടുപോയാൽ പകൽ സമയത്ത് പൊള്ളുന്ന ചൂടുള്ള സമയത്ത് നടക്കുകയും രാത്രി വിശ്രമിക്കുകയും ചെയ്യുന്നതാണോ നല്ല സ്ട്രാറ്റജി എന്നതും സംശയമാണ്. ഇതിലെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, പക്ഷേ ഐഡിയ മനസ്സിലായല്ലോ. ഈ ഡെസേർട്ട് സർവൈവലിന് ഇത്രയും പ്രാധാന്യം കൊടുക്കാതെ നേരത്തെ സൂചിപ്പിച്ച ഇമോഷണൽ സർവൈവൽ ആസ്പെക്റ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നുവെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിൽ പടം കൂടുതൽ കണക്റ്റ് ആയേനെ എന്നാണ് എനിക്ക് തോന്നുന്നത്. സിനിമയിൽ പ്രധാനമായും 2 ഭാഗങ്ങളാണുള്ളത്. മസറയിലുള്ള നജീബിൻ്റെ ജീവിതം, അതായത് ആടുജീവിതം, പിന്നീട് മരുഭൂമിയിലൂടെയുള്ള രക്ഷപ്പെടൽ. ഈ 2 ആസ്പെക്റ്റിനും സിനിമയിൽ ഏറെക്കുറെ ഒരേ പ്രാധാന്യമാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ നോവൽ നോക്കിയാൽ മൊത്തം 43 ചാപ്റ്റേഴ്സ് ഉള്ളതിൽ 8 എണ്ണമാണ് ഈ മരുഭൂമി യാത്ര. പേജ് നോക്കുകയാണെങ്കിൽ മൊത്തം 200-ൽ 33 എണ്ണം, അതായത് ഏകദേശം 1/6 മാത്രം. നജീബിൻ്റെ ഏകാന്തതയ്ക്കും അതിനെ അവൻ എങ്ങനെ കോപ്പി ചെയ്യുന്നു എന്നതിനുമൊക്കെ നോവലിൽ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആടുകളുമായി അവനുണ്ടാവുന്ന ആത്മബന്ധമാണ് ഒരു കോപ്പിംഗ് മെക്കാനിസം. ഉദാഹരണത്തിന്, ഓരോ ആടുകൾക്കും അവയുടെ സ്വഭാവവും രൂപവും ഒക്കെ വെച്ച് അവൻ പരിചയമുള്ള ഓരോ ആളുകളുടെ പേര് നൽകും. പോച്ചക്കാരി രമണി, അറവ് റാവുത്തർ എന്ന് തുടങ്ങി ഭാര്യയായ സൈനു വരെയുണ്ട് അതിൽ. നജീബ് നാട്ടിൽ നിന്ന് പോകുമ്പോൾ ഭാര്യ ഗർഭിണിയാണല്ലോ. അതുകൊണ്ട് മസറിയിലെ ഗർഭിണിയായ ഒരു ആടിനെയാണ് സൈനു എന്ന് വിളിക്കുന്നത്. പിന്നീട് സൈനു പ്രസവിക്കുമ്പോൾ ഉണ്ടാവുന്ന ആൺകുഞ്ഞിന് അവൻ സ്വന്തം കുഞ്ഞിനിടാൻ വെച്ചിരുന്ന നബീൽ എന്ന പേര് നൽകും. അതിനെ സ്നേഹിക്കും, ലാളിക്കും, അർബാബ് കാണാതെ കൂടുതൽ പാലും പുല്ലും ഒക്കെ നൽകും. അങ്ങനെ ആടുകളുമായ ഒരു പേഴ്സണൽ കണക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അത് നമുക്ക് ആ ക്യാരക്ടറിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ സഹായിക്കുകയും നജീബുമായി ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാകുകയും ചെയ്യുന്നു. ഇറച്ചിക്കായാണല്ലോ ആടുകളെ വളർത്തുന്നത്. അപ്പോൾ മുട്ടനാടുകളെ കാസ്ട്രേറ്റ് ചെയ്യും, വരി ഉടയ്ക്കുക അല്ലെങ്കിൽ ഷണ്ടനാക്കുക എന്ന പരിപാടി. വളർച്ച കൂട്ടാൻ വേണ്ടിയാണത്. ഇങ്ങനെ നബിലിനെ കാസ്ട്രേറ്റ് ചെയ്യാൻ വരുമ്പോൾ അറബിയുടെ കാല് പിടിച്ച് കരയുന്നതും പിന്നീട് പാമ്പുകടിയേറ്റ് നബീൽ മരിക്കുന്നതും ഇതൊക്കെ അവനെ മാനസികമായി എങ്ങനെ ബാധിക്കുന്നു എന്നതുമൊക്കെ നമുക്ക് മനസ്സിൽ തങ്ങി നിൽക്കുന്ന നോവൽ ഭാഗങ്ങളാണ്. ഒരു ബുക്കും സിനിമയുമായി സ്റ്റോറി ടെല്ലിങ്ങിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. ബുക്ക് ഒരു നറേറ്റീവ് സ്റ്റൈൽ സ്റ്റോറി ടെല്ലിംഗ് ആണ്, സിനിമ വിഷ്വൽ സ്റ്റൈൽ.
അതുകൊണ്ട് തന്നെ ബുക്കിലുള്ള കാര്യങ്ങൾ അതേപോലെ സിനിമയിൽ കാണിക്കാൻ പലപ്പോഴും പ്രയാസമാണ്, പ്രത്യേകിച്ചും ഡയലോഗ്സ് കുറവായിട്ടുള്ള സീൻസ്. ബുക്കിൽ നായകന് മനസ്സിൽ തോന്നുന്ന കാര്യം ഡയറക്റ്റായി നമ്മോട് പറയാം, പക്ഷെ സിനിമയിൽ അങ്ങനെയല്ല, അഭിനയിച്ചും കാണിച്ചും തരണം. നായകൻ ബാക്ക്ഗ്രൗണ്ടിൽ നറേറ്റ് ചെയ്യുന്നതായി മാത്രം കാണിച്ചാൽ അരോചകമാവും. മനസ്സിലുള്ള കാര്യം ആടുകളുമായി സംസാരിക്കുന്നതായി കാണിച്ചാലും ഓവറായ പാളിപ്പോവാൻ സാധ്യതയുണ്ട്. ഈ ഒരു ബാലൻസിങ് എങ്ങനെ ചെയ്യും, നജീബിൻ്റെ ചിന്തകളും മെൻ്റൽ സ്റ്റേറ്റും ഒക്കെ എങ്ങനെ കാണിക്കും എന്നതായിരുന്നു എനിക്ക് സിനിമ കാണുമ്പോൾ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ആകാംക്ഷ. എന്നാൽ എന്നെ നിരാശനാക്കി സിനിമ അതെല്ലാം മൊത്തമായി അവഗണിച്ച് കളഞ്ഞു. ആടുമായുള്ള കണക്ഷൻ പ്രതീകാത്മകമായി കാണിക്കാൻ ഒരാട് മറ്റേ ആടുകളെ വിളിച്ചു കൂട്ടുന്നതൊക്കെ വെറും സർറിയലായ ഒട്ടും ലോജിക്കില്ലാത്ത സീൻസായാണ് എനിക്ക് തോന്നിയത്. പിന്നെ രണ്ടാമതായി സിനിമയിലെ ഒരു പോരായ്മയെ തോന്നിയത് മസറയിലെ രീതികളെയും ചെയ്യേണ്ട പണികളെയും ഒക്കെ പ്രോപ്പറായി എസ്റ്റാബ്ലിഷ് ചെയ്തില്ല എന്നതാണ്. ആടുകളെയും ഒട്ടകങ്ങളെയും കൊണ്ട് മരുഭൂമിയിൽ തേരാപ്പാര നടക്കുന്നതാണ് സിനിമയെ കൂടുതലായും കാണിക്കുന്നത്. പിന്നെ ഓരോ തവണ മാത്രം പാൽ കറക്കുന്നതും തീറ്റ കൊടുക്കുന്നതും കാണിച്ചിട്ടുണ്ട്. ശരിക്കും എല്ല് മുറിയുന്ന പണിയാണ് അവിടെ ചെയ്യേണ്ടത്. രാവിലെ എഴുന്നേറ്റ ഉടൻ പാല് കറക്കണം, അതിൽ നിന്ന് അറബയ്ക്ക് കുടിക്കാൻ കൊടുക്കണം, ആവശ്യമുള്ളത് സ്വന്തമായും കുടിക്കാം, ബാക്കി ആട്ടിൻകുട്ടികൾക്ക് കൊടുക്കണം. ഓരോ ഇനം ആടുകളെയും വേറെ വേറെയാണ് ഇട്ടിരിക്കുന്നത്. ഓരോന്നിലും വെള്ളവും കച്ചിയും പുല്ലും ഗോതമ്പും ഒക്കെ നിറയ്ക്കണം. പലതവണയായി ചുമന്നു കൊണ്ടുവന്ന് നിറയ്ക്കുമ്പോഴേ തന്നെ മടുക്കും. അത് കഴിഞ്ഞ് പിന്നെ ഓരോ സെറ്റ് ആടുകളെയുമായി നടത്താൻ കൊണ്ടുപോകണം. ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ പോലും സമയമില്ല. എല്ലാം കഴിയുമ്പോഴേക്കും ഉച്ചയാവും. അപ്പം കുബൂസ് കിട്ടും, വെള്ളത്തിൽ മുക്കി കഴിയാം. പിന്നെ ഇത്തിരി നേരം ഒരു വെയിലിൽ വിശ്രമിച്ച ശേഷം വൈകിട്ടും ഇതെല്ലാം റിപ്പീറ്റ്. വെള്ളം നിറയ്ക്കൽ, തീറ്റ കൊടുക്കൽ, നടത്താൻ കൊണ്ടുപോക്ക്, അങ്ങനെ ഇങ്ങനെ ഒരു ഡെയിലി റുട്ടീൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക വഴി അയാളുടെ കഷ്ടപ്പാട് മനസ്സിലാവുകയും വെറും ഒരു കഥ എന്നതിലുപരി അതിനെ റിയാലിറ്റിയിലേക്ക് ഗ്രൗണ്ട് ചെയ്യാനും കഴിഞ്ഞേനെ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് സമയമൊന്നും അതിന് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഗെയിം ഓഫ് ത്രോൺസിൽ സാംവൽ ടാർലിയുടെ സിറ്റാഡലിലെ റുട്ടീൻ കളിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. വെറും 1 മിനിറ്റ് കൊണ്ടാണ് ആവർത്തിച്ചെന്നും ചെയ്യുന്ന വിരസമായ ജോലികൾ കാണിച്ച് അവൻ്റെ അവിടുത്തെ ജീവിതം എങ്ങനെ എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതുപോലെ ചുരുങ്ങിയ സമയത്തിൽ കഷ്ടപ്പാടും വിരസതയും ഒക്കെ ഇൻവോൾവിംഗ് ആയി തന്നെ കാണിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സിനിമയിൽ മസറ ജീവിതത്തിലെ 3 ഫേസസ് കാണിക്കാൻ ടൈം ജംപ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നജീബിനെ പോലെ തന്നെ പ്രേക്ഷകനും കാലത്തിൻ്റെയും സമയത്തിൻ്റെയും കണക്ക് കിട്ടുന്നേയില്ല. ടൈം ലാപ്സസ് പോലെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായേനെ എന്ന് തോന്നുന്നു. കാലങ്ങൾ മാറുന്നതും തണുപ്പ് കാലം വരുന്നതും വല്ലപ്പോഴും മഴ പെയ്യുന്നതും ഓരോ കാലത്തിനനുസരിച്ച് മസറയിലെ ജീവിതം മാറുന്നതുമൊക്കെ മുമ്പ് പറഞ്ഞ ഡെയിലി റൊട്ടീൻസ് കൂടി ഉൾപ്പെടുത്തി കാണിച്ചാൽ പ്രേക്ഷകൻ അത് കൂടുതൽ ഇൻവോൾവിംഗ് ആയേനെ എന്ന് തോന്നുന്നു. വല്ലപ്പോഴും മഴ പെയ്താൽ മുളച്ചു വരുന്ന പുൽനാമ്പുകൾ നജീബിന് ജീവിതത്തോട് പ്രതീക്ഷ നൽകുന്നതൊക്കെ നോവലിൽ വളരെ മനോഹരമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ സിനിമയുടെ പേര് ആടുജീവിതം എന്നാണെങ്കിലും ഐറോണിക്കലി ആ ആടുജീവിതത്തിൽ ഫോക്കസ് ചെയ്യാതെ സിനിമ അത് കഴിഞ്ഞുള്ള രക്ഷപ്പെടലിന് അധിക പ്രാധാന്യം നൽകി. അതിലൂടെ ഈ കഥയുടെ USP നഷ്ടപ്പെടുത്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. സിനിമയിൽ അത്ര നന്നായില്ല എന്നെനിക്ക് തോന്നിയ 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ആദ്യത്തേത് ഹക്കിയുമായുള്ള മീറ്റിംഗ് ആണ്. എന്തോ പാട്ടിൻ്റെ ഹമ്മിങ് കേട്ടിട്ടാണ് പൃഥ്വിരാജ് അങ്ങോട്ട് പോകുന്നത്. എനിക്കത് പാട്ടാണോ ഫിലിമിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റിയില്ല. അടികളെ തെളിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഹ്റ എന്നൊക്കെയുള്ള വിളികളായിരുന്നെങ്കിൽ കുറച്ചുകൂടി റിയൽ ആൻഡ് ആപ്റ്റ് ആയേനെ. ഒരു ഇത്തിരി കൂടി റൊമാൻറ്റിക് ആൻഡ് പോയറ്റിക് ആവണമെങ്കിൽ ഹക്കീം നാട്ടിൽ നിന്ന് വരുമ്പോൾ അവന് പ്രിയപ്പെട്ട എന്തെങ്കിലും ഒരു ചെറിയ ഉപകരണം കൂടി കൊണ്ടുവരുന്നതായി കാണിക്കാം. ഓടക്കുഴൽ പോലെ വല്ലോ. അത് വായിക്കുന്ന സൗണ്ട് കേട്ടിട്ട് നജീബിന് അങ്ങോട്ട് ചെല്ലാം. സിനിമയുടെ അവസാനം ഹക്കീമിൻ്റെ വീട്ടിലെത്തി ആ ഓടക്കുഴൽ അവൻ്റെ ഫോട്ടോയുടെ മുന്നിൽ വെക്കുന്നതായി കാണിച്ച് അവസാനിപ്പിക്കാം. പിന്നെ എനിക്ക് പേഴ്സണലി ഒട്ടും ഇഷ്ടമില്ലാത്ത, കണ്ട ദേഷ്യം വരുന്നൊരു ടെക്നിക്കാണ് ഇത്. ഒരു സീൻ കാണിച്ചിട്ട് അത് ശരിക്കും സംഭവിച്ചതല്ല, മനസ്സിൽ ഓർത്തതാണെന്ന് പറയുന്ന രീതി. കാണുന്ന പ്രേക്ഷകനെ മണ്ടനാക്കുന്ന പരിപാടിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ചിലപ്പോൾ നന്നായി ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ ഇവിടെ എന്തായാലും അങ്ങനെയല്ല. അറബി അവനെ തിരിച്ചറിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നൊക്കെ തൊട്ട് മുമ്പ് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞതാണ്. പിന്നെന്തിനാണ് ഈ പറ്റിക്കൽ പരിപാടി? പ്രേക്ഷകൻ്റെ മനസ്സിൽ നാച്ചുറലായി ഉണ്ടാവുന്ന ഇവനെ തിരിച്ചറിയുമോ, പിടിച്ച എന്താവും എന്നൊക്കെയുള്ള ചിന്തകളാണ് ആ സീൻ ത്രില്ലിംഗ് ആക്കേണ്ടത്. പക്ഷേ അത് നശിപ്പിച്ചു. ഇനിയും ഡിസ്കസ് ചെയ്യാൻ വേണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ആദ്യത്തെ പാട്ടിലെ അണ്ടർ വാട്ടർ സീൻസൊക്കെ എസ്പെഷ്യലി സൂപ്പർഫിഷ്യൽ ആൻഡ് ഷാലോ ആയിരുന്നു. ചിലയിടങ്ങളിൽ കഥയ്ക്ക് ആവശ്യമില്ലാത്ത CGI സീൻസൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ സിനിമയെക്കുറിച്ച് നല്ലത് പറയാനും ധാരാളമുണ്ട്. സിനിമാറ്റോഗ്രഫി, ലൊക്കേഷൻസ്, പെർഫോമൻസസ്. സിനിമയിൽ നാടിൻ്റെ ഓർമ്മയ്ക്കായി അച്ചാർ ഭരണി ഉപയോഗിച്ചതൊക്കെ നോവലിനേക്കാൾ നന്നായി തോന്നി. എല്ലാം വിശദമായി ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഒരുപാട് സമയം എടുക്കുന്നതിനാൽ ഇപ്പോൾ അവസാനിപ്പിക്കുന്നു.
ഈ സിനിമയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് കമൻസായി പങ്കുവെക്കുമല്ലോ. ഇതുപോലത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു.